ഈ ഹരിഹരന്റെ പ്രസംഗമാണെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമൊന്നും UDF ഏറ്റെടുക്കേണ്ടതില്ല. അത് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിച്ചതാണ്. പടക്കമെറിയാൻ വേണ്ടി ഈ DYFIയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ബോംബ് എറിയാനാണോ നിങ്ങളുടെ ആവശ്യമുള്ളത് എന്നാണ് വസന്ത് കുമ്പള്ളി ചോദിക്കുന്നത്. ഈ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകളെയാണ് ഇവരൊക്കെ പറഞ്ഞു വിടുന്നത്. ഇപ്പൊ ഇവർ പറയുന്ന SFI നേതാവ് എന്ത് പറഞ്ഞു എന്നാ, ആരെങ്കിലും പരാതി കൊടുക്കുമ്പോ എന്നെ ഇങ്ങനെ വിളിച്ചു, എന്നെ തെറി വിളിച്ചു, അങ്ങനെ ഇപ്പൊ ആർക്കും എന്തും എഴുതി പിടിപ്പിച്ചൂടെ? അല്ലാതെ നിങ്ങൾ ഈ മൈക്കിന് മുമ്പിൽ വന്നിട്ടാണോ ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? ആരുടെ എത്ര കാലമായി ഇവര് SFI നേതാവിനെ കുറിച്ചൊക്കെ പറയുന്നത്? കേസ് തന്നെ ഇല്ലാതെ ബസ് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളുകൾ കയറിപ്പോരല്ലേ? പേരിന് മുമ്പിൽ അഡ്വക്കേറ്റ് ഉണ്ടെന്ന് ഉണ്ടായാൽ മാത്രം പോരാ, അല്പം വകതിരിവ് വേണം, അല്പം വകതിരിവ് വേണം. ആ കേസ് തന്നെ അവസാനിപ്പിച്ചതാ. നിങ്ങൾ എന്നിട്ട് കുറെ കാലമായി പറയാം നിങ്ങളുടെ ഷോബിൻ തോമസ് അരുണേ ഇങ്ങനെ എന്തെങ്കിലും ഒരു നിമിഷം വസീഫ് ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, അതിനുശേഷം ഞാൻ വസന്തിലേക്ക് വരാം. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ചർച്ചയിലുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് വസീഫ് യാത്രയിലുമാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ടെലിഫോൺ ലൈനിലും ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. നമ്മൾ വസീഫ് പറഞ്ഞു തീർക്കട്ടെ, ഞാൻ താങ്കൾക്ക് സമയം തരാം. വസീഫ് തുടർന്നോളൂ. ഇങ്ങനെ ഇവരെല്ലാ ചർച്ചയിലും വന്നിട്ട് ഇങ്ങനെ SFI നേതാവ് ഒരു ഗൗരവം വേണ്ടേ? ഇവർക്കൊക്കെ ഒരു നിലവാരം വേണ്ടേ? എന്തും വിളിച്ചു പറയാം. ഇവർ കിട്ടിപ്പോയി ഒരു അവസരം എന്നുള്ള നിലക്ക് ആരോ കൊടുത്ത ഒരു പരാതി, ആ പരാതിയിൽ എഴുതി ചേർത്ത വാചകങ്ങൾ, അങ്ങനെ ഓരോ പരാതിയിലെയും FIRയിലെയും വാചകങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട്? പഴയകാല കേസുകളുടെ അനുഭവങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. ഇനി അതൊന്നും വേണ്ട. നിങ്ങളുടെ തന്നെ നേതാവുണ്ടല്ലോ ഉണ്ണിത്താൻ, K മുരളീധരനെ വിളിച്ചത് എന്തൊക്കെയായിരുന്നു? ഈ ഉണ്ണിത്താൻ തന്നെ പത്മജയെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാ? ഇതൊക്കെ കേരളത്തിലുള്ളതല്ലേ? നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാ. യൂത്തും KSU ഒന്നും അല്ല, മുതിർന്ന നേതാക്കന്മാരാ. അവരൊക്കെ വിളിച്ചത് എന്തൊക്കെയായിരുന്നു? അതേ K മുരളീധരൻ നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ എന്റെ സംശയം, ഈ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുപക്ഷവും നിലയുറപ്പിക്കുമ്പോൾ ഒരു സർവകക്ഷി യോഗത്തിലൂടെ വടകരയിലൂടെ മുറിവുണങ്ങുന്നത് എങ്ങനെയാണ്? ആരാണതിന് തടസ്സമായി നിൽക്കുന്നത്? ഇപ്പോൾ എന്തായാലും ഹരിഹരന്റെ പ്രസംഗത്തിലൂടെ UDFന് അല്പം ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. UDF പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് ഹരിഹരൻ ആ പ്രസംഗത്തെ കൊണ്ടുപോയി. അതോടുകൂടി ദിശ തെറ്റിപ്പോയിരിക്കുന്നു. അവിടെ UDF പ്രതിരോധത്തിലാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഇനിയൊരു സർവകക്ഷി യോഗം വേണമെന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി കൂടി ലീഗ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി കോൺഗ്രസ് ഒരു അനുകൂല നിലപാടെടുത്താൽ പ്രശ്നം അവസാനിക്കുകയാണ്. പക്ഷെ അപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ശരിയാണോ വസീഫ്? ഡോക്ടർ അരുൺ, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇപ്പോ ഈ യൂത്ത് കോൺഗ്രസിലും അതുപോലെ തന്നെ കോൺഗ്രസിലെ നയിക്കുന്ന ചിലരും കേരളത്തിൽ ഉടനീളം അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു അധോലോക മാഫിയ പ്രവർത്തനങ്ങൾക്ക് തുല്യമായ പ്രവർത്തനങ്ങളാണ്. അവരുടെ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ തന്നെ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർമാർക്ക് തന്നെ നിരവധി ID കാർഡുകൾ കിട്ടി, വ്യാജ ID കാർഡുകൾ. അങ്ങനെ പോലും ചെയ്യാൻ മടിയില്ലാത്തവരായി ഇവര്. തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ വളരെ കൃത്യമായി ഗൂഢാലോചന നടത്തി എന്തും ചെയ്യുന്നവരായി ഇന്ന് കേരളത്തിലെ ചില യൂത്ത് കോൺഗ്രസുകാരും മാറിയിട്ടുണ്ട്. അതിന്റെ നേതൃത്വമാണ് ഇന്നിപ്പോ കേരളത്തിലുള്ളത്. അതാണ് ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ ഈ ദുരവസ്ഥക്ക് കാരണം. അവരെ കുറിച്ച് കോൺഗ്രസിലെ തന്നെ ആളുകളുടെ അഭിപ്രായം വളരെ മോശമാണ്. ഇപ്പോ ഞാൻ പറഞ്ഞ ഷോബിൻ തോമസ്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാ. ഏതെങ്കിലും നിങ്ങൾ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ മുഖം കാണിക്കാതെ വരുന്ന ആളുകളല്ല. അദ്ദേഹം പച്ചക്ക് എഴുതിയതാണ്. ശൈലജ ടീച്ചറുടെ കഷണം കാണണം പോലും ഈ പഹേന്, ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് കമന്റ് ആയി എഴുതിയതാ. അതിനാ കേസെടുത്തത്. അക്ഷരം ഇതുവരെ മറുപടി വസന്ത് ഇവരെ Debate with Arun Kumar.